ഇവനാണോ അരുൺ രാജ് മമ്മൂട്ടിയെ വെച്ച് സിനിമയെ സംവിധാനം ചെയ്യാൻ പോകുന്നത്? ഈ താഴ്ന്ന ജാതി ആയത് കൊണ്ടാണ് ഇപ്പൊ മമ്മൂട്ടി ആ മൂവിക്ക് ഡേറ്റ് തരാത്തത്. എഴുതിയപ്പോൾ തന്നെ മനസ്സിൽ വന്നത് മമ്മൂക്കയെ തന്നെയാണ്. മമ്മൂക്ക ഡേറ്റ് 2028-2029 ആണ്. പക്ഷെ അവൻ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ ചാൻസ് ചോദിച്ചിട്ട് അവൻ അവഗണനയാണ് കിട്ടിയേക്കുന്നത്. ഈ ഒരു പക്ഷെ ലേഡി ആയിരുന്നെങ്കിൽ ചിലപ്പം അവസരം കിട്ടിയല്ല. ഈ കതിരവൻ മൂവിയില് സിജോ വിൽസൺ അല്ലാതെ വേറെ ആരൊക്കെ ഇതിലിപ്പം പ്രവർത്തിക്കുന്നുണ്ട്? അതിനകത്ത് വിവേക് ഒബ്ര, പിന്നെ അർജുൻ, തമിഴ് നടൻ അർജുൻ, ജഗദീഷ്, പിന്നെ സിദ്ദിഖ്. വയലൻസ് മൂവിയെക്കാളും ഉപരി നമുക്ക് സമൂഹത്തിന് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള പടങ്ങൾ ഇറക്കും. ഞാൻ അശ്വതി. സെലിലുള്ള മറ്റൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. നിറത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് ഇവിടെ സാധാരണക്കാർക്ക് ഒരു പടം എടുക്കാൻ പറ്റില്ല. ഇതിനെപ്പറ്റി തുറന്ന് സംസാരിക്കാനായി കതിരൻ മൂവിയിലെ ഡയറക്ടറായ അരുൺ ചേട്ടാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ ചേട്ടാ, വെൽക്കം ടു ദി ഷോ. ഓക്കെ, അപ്പൊ എന്താണ് പുതിയ വിശേഷങ്ങൾ? കതിരൻ മൂവിയുടെ ഷൂട്ടൊക്കെ തുടങ്ങാറായി എന്നൊക്കെ കേട്ടു. എന്താണ് പുതിയ വിശേഷം എന്ന് പറഞ്ഞത്? എല്ലാവരും അറിഞ്ഞു കാണും. നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മഹാത്മാ അയ്യങ്കാളിയുടെ ജീവചരിത്രം സിനിമയാക്കുകയാണ്. സിജു വിൽസൺ ആണ് അതിന്റെ നായകൻ. ഇപ്പൊ ഷൂട്ടിംഗ് അതിന്റെ തുടങ്ങാൻ പോവാണ്. അതാണ് ഏറ്റവും പുതിയ വിശേഷം. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ട് ഒരു ന്യൂജൻ മൂവി അല്ലെന്ന് മനസ്സിലായി. ഈ ഫൈറ്റും കരളി കഥ എന്തുവാ പറയുന്നത്, കളരിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പോസ്റ്ററാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈപ്പ് എടുക്കാണ്ട് ഒരു റീസൺ? ന്യൂജൻ സിനിമ അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചരിത്രമാണ്, ചരിത്ര സിനിമയാണ്. അതായത് മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്ന നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും, ഞാൻ ആദ്യം പറഞ്ഞിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ന്യൂജൻ സിനിമയേക്കാൾ ഉപരി അത് ന്യൂജൻ സ്റ്റൈലിൽ നമ്മൾ ചെയ്യുകയാണ്, മേക്കിംഗ് ആണ് അതിൻ്റെ. അപ്പം കളരിക്ക് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്, ചരിത്ര സിനിമയാണത്. അത് ഈ വരും തലമുറയ്ക്കും ഇപ്പോഴത്തെ തലമുറയ്ക്കും അതൊരു അറിവ് കൊടുക്കണം. ഇത് ആരാണെന്ന് മഹാത്മാ അയ്യങ്കാളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും. ഇതിനു മുമ്പ് ചെയ്ത മൂവീസ് ഒക്കെ ഏതൊക്കെയായിരുന്നു? ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന 2 സിനിമകളായിരുന്നു. ഒന്ന് ഞാൻ ക്യാമറ ചലിപ്പിച്ച ഒരു സിനിമയുണ്ട്, വെൽക്കം ടു പാണ്ടിമല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്ഷനും ക്യാമറയും കഥ എഴുതിയിരിക്കുന്ന ഒരു പടമുണ്ട്. അതിൻ്റെ പേര് കുരിശെന്നായിരുന്നു. അത് പിന്നെ തിയേറ്ററിൽ വന്നത് എഡ്വിൻ്റെ നാമം ഉള്ള രീതിയിലാണ് വന്നത്. ഇത് മൂന്നാമത്തെ സിനിമയാണ്. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴാണ് ഈ ഫീൽഡിലേക്കൊക്കെ വന്നത്? എത്ര വർഷം കൊണ്ട് ഈ ഫീൽഡിലുണ്ട്? ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എറണാകുളം പോലുള്ള സിറ്റി വന്നപ്പോഴാണ് നമുക്ക് ആ സിനിമ എന്താണെന്നും സിനിമയുടെ ആൾക്കാരുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് സിനിമയിൽ എത്തിപ്പെട്ടത്. ഇപ്പോൾ 8 വർഷത്തോളമായി നമ്മൾ സിനിമയുടെ യാത്ര തുടങ്ങിയിട്ട്. ചെറുപ്പം തൊട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊരു സിനിമ എടുക്കണം, എനിക്കൊരു ചെയ്യണം, സിനിമയിൽ എന്തെങ്കിലും ഒക്കെ ആകണം എന്നുണ്ടായിരുന്നു. സിനിമ എടുക്കണം എന്നതിലുപരി സിനിമയിൽ എന്തെങ്കിലും ആകണം എന്നുള്ള രീതി ഉണ്ടായിരുന്നു. ഇതിലിപ്പം സിജോ വിൽസൺ നായകൻ, പക്ഷെ ഞാൻ അറിഞ്ഞ വെച്ചാൽ ഇതിൽ നായകനാക്കാണ്ടിരുന്ന മമ്മൂട്ടി ആയിരുന്നു. അതിന്റെ ഒരു സ്റ്റോറി എന്തായിരുന്നു? മമ്മൂട്ടി ഡേറ്റ് എന്നില്ല, എന്താണ് സംഭവം? കഥ, അതായത് മഹാത്മാ അയ്യങ്കാളിയുടെ കഥ എഴുതിയപ്പം തന്നെ നമ്മുടെ, അത് ഏത് ചരിത്ര സിനിമ എടുത്താലും അതിനകത്ത് മമ്മൂക്കയാണ് എടുത്തപ്പോൾ, മാമാങ്കം എടുത്താലും ഏത് സിനിമ എടുത്താലും. പക്ഷെ ഞാനൊരു വലിയൊരു, ആദ്യം തന്നെ പറഞ്ഞ വലിയൊരു മമ്മൂക്ക ഫാനാണ് ഞാൻ. അപ്പം നമ്മൾ ഈ ഈ കണ്ടന്റ് എടുത്തപ്പോൾ, ഇത് മഹാത്മാ അയ്യങ്കാളിയുടെ സിനിമ എടുത്ത് അതിന്റെ കഥയാക്കിയപ്പോൾ തന്നെ, എഴുതിയപ്പോൾ തന്നെ മനസ്സിൽ വന്നത് മമ്മൂക്കയെ തന്നെയാണ്. അതിനുള്ള വഴികളല്ല, അത് മമ്മൂക്കയിലെത്തുക, സ്ക്രിപ്റ്റ് ചെയ്യിപ്പിക്കുക, പല ഘട്ടങ്ങളുണ്ടല്ലോ. ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പ്രൊഡ്യൂസേഴ്സൊക്കെ പെട്ടെന്ന് വന്നതാണ്. അതായത് UK ഉള്ള പ്രൊഡ്യൂസേഴ്സാണ്. അപ്പം അവർക്ക് ഈ ഒരു ടൈം പീരീഡിൽ തന്നെ പടം ചെയ്യണമായിരുന്നു. അപ്പം നമുക്ക് ഡേറ്റ് 2028-2029 ആണ്. പിന്നെ കളരിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള സിനിമയാണ്. ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞത് 5 കളരിയുടെ ഫൈറ്റുകളുണ്ട് ഇതിനകത്ത്. അപ്പം കളരിക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. പിന്നെ മഹാത്മാ അയ്യങ്കാളിയുടെ ചരിത്ര നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് 30 വയസ്സ് തൊട്ട് 45 വയസ്സ് വരെയാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിലെ കഥയാണ്. അപ്പം നമുക്ക് അതായത് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും അത് യോജിച്ചില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ നിർത്തിയത്. ഇപ്പം നിറത്തിന്റെ പേരിൽ കുറച്ച് അവഗണന കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ ഒരു കമന്റ്സ് കണ്ടായിരുന്നു. അതായത് നിറം
പോരാ, ജാതിയുടെ പേരിലും നിറത്തിന്റെ പേരിലും മൂവി എടുക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടായിരുന്നോ? നേരത്തെയൊക്കെ കാണുമായിരുന്നു. ഇപ്പൊ നമ്മൾ ഫേസ്ബുക്ക് മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നോക്കത്തില്ല. എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കമന്റ് ഉണ്ട്, ഞാൻ ഒന്ന് വായിക്കട്ടെ. ഓക്കെ. ഇവനാണോ അരുൺ രാജ് മമ്മൂട്ടിയെ വെച്ച് സിനിമയെ സംവിധാനം ചെയ്യാൻ പോകുന്നത്? ഈ കറുത്തിരിക്കുന്നവനാണോ? ആർക്കും മമ്മൂക്ക ഡേറ്റ് കൊടുക്കാറില്ല. ഇവന്മാരൊന്നും ഞങ്ങളെ അടിമകളാണ്, പോയി വല്ല കൂലിപ്പണിയും ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ്. അത് കണ്ടായിരുന്നോ? ഇത് ഒരു 2-3 വർഷം മുമ്പ് നടന്നതാണ്. അതായത് നമ്മൾ മമ്മൂക്കയുടെ ഫോട്ടോയുടെ താഴെ വന്നതാണ്. അതായത് മമ്മൂക്കയുടെ ഫോട്ടോ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് താഴെ വന്നൊരു കമന്റാണ്. അന്ന് സോഷ്യൽ മീഡിയകളിലും പല വാർത്തകളിലും അതൊക്കെ ഭയങ്കര വാർത്തയായിരുന്നു. ഈ കമന്റ് ഇട്ടവരോട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എന്താണ് പറയാനുള്ളത്? ഈ കമന്റ് ഇട്ടവരോട് എനിക്ക് അന്ന് ഇന്നൊന്നേ പറയാനുള്ളൂ. അവർക്ക് ജാതിയും മതവും അവരുടെ ഇപ്പോഴും മനസ്സിലുണ്ട് എന്ന ചിന്തയാണ്. പിന്നെ എന്താ പറയാ, എനിക്ക് അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. ഇങ്ങനത്തെ ഒരു തോട്ട് ഇപ്പോഴും ആൾക്കാരുണ്ട്. പുലിയൻ എന്ന് പറഞ്ഞാൽ കൂലിപ്പണി തന്നെ ചെയ്യണം, സിനിമ എടുക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു മീനിങ് വന്നിട്ടാണ് ഈ കമന്റ് ഇട്ടിക്കുന്നത്. നീ വല്ല കൂലിപ്പണിക്കും പോ, നീ നമ്മളെക്കാട്ടിയും താഴ്ന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി ഡേറ്റ് തരത്തില്ല, അല്ലെങ്കിൽ മമ്മൂട്ടി നിന്റെ കഥ കേൾക്കത്തില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, മമ്മൂക്ക അങ്ങനെ ഒരിക്കലും ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം മമ്മൂക്ക എല്ലാവരും ഈക്വൽ കാണുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഞാൻ വലിയൊരു മമ്മൂക്ക ഫാനാണ്. ഞാൻ ആദ്യമായിട്ടല്ല മമ്മൂക്ക കാണുന്നത്, പല വേദികളിലും പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടിട്ടുണ്ട്, പലരുമായിട്ട് കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കാരണം ജാതി മാറ്റി നിർത്തുന്ന ആളല്ല. കഴിവുണ്ടെങ്കിൽ, നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പുള്ളി ആർക്കാണ് ഡേറ്റ് കൊടുക്കും. അപ്പൊ ഈ കമന്റ് ഒക്കെ വന്നതിന് ശേഷം മമ്മൂക്കയെ കണ്ടിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിയെ കണ്ടിട്ട് കഥ പറഞ്ഞപ്പോ ഈ കഥ കേട്ടപ്പോൾ മമ്മൂട്ടി എന്താ പറഞ്ഞത്? കഥ നമ്മൾ പറയുന്നതിനേക്കാളും മുമ്പേ പുള്ളിക്കാരന് കഥ അറിയാവുന്നതാണ്. കാരണം ഈ ചരിത്ര പുരുഷന്റെ കഥ പുള്ളിക്കാരന് അറിയാം. നമ്മൾ കഥ പറയേണ്ട ആവശ്യമില്ല, വന്നില്ല കൂടുതലായിട്ടും. അപ്പം പുള്ളി ആ കഥ ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ ഡേറ്റിന്റെയും കുറച്ച് ഇതിന്റെ വിഷയങ്ങളൊക്കെ കൊണ്ടാണ്. ഒരു പക്ഷെ ഡേറ്റ് തരാത്തത് ഇപ്പോ അരുൺ ചേട്ടന്റെ ഇപ്പൊ നിറത്തിന്റെ പേരോ അല്ലെങ്കിൽ താഴ്ന്ന ജാതി ആയത് കൊണ്ടാണ് ഇപ്പൊ മമ്മൂട്ടി ആ മൂവിക്ക് ഡേറ്റ് തരാത്തത്? ഒരിക്കലും അല്ല. അതൊരിക്കലും അല്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞ അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. അതായത് പുള്ളി ഒരിക്കലും ജാതിയും മതവും വേർതിരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഒരു വലിയ ഒരു മനുഷ്യനാണ് പുള്ളി. ഒരു മഹാനടനാണ് പുള്ളി. അതിലും നല്ലൊരു വ്യക്തിത്വമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും അതിന്റെ പേരിലല്ല. ഇങ്ങനെ കമന്റ്സ് വന്നിട്ടുണ്ട്, എനിക്ക് തരത്തില്ല ഡേറ്റ്. അത് കമന്റ് ഇട്ട ആൾക്കാർക്കാണ്. അത് ഈ മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തിക്ക് അങ്ങനെ ഒരു ഇല്ല. കാരണം നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. റിയൽ ലൈഫിൽ ഇപ്പൊ കമന്റ്സ് അല്ലാതെ നിറത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് ഈ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ നമുക്ക് മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരും കൂടെ നിർത്തിയിട്ടേ ഉള്ളൂ. കാരണം ഇപ്പൊ ഈ കതിരവൻ എന്ന് പറയുന്നത് 75 കോടിയോളം രൂപ ബജറ്റ് വരുന്ന ഒരു 75 കോടിയോളം ബജറ്റ് വരുന്ന ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ടാണ് നമ്മൾ 3-4 ലാംഗ്വേജിൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പം തന്നെ ഉദ്ദേശിക്കല്ല, ആരും നമ്മളെ മാറ്റി നിർത്തുന്നില്ല, എല്ലാരും ചേർത്ത് നിർത്തുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒരു മോശം അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും? ഇതുവരെ ഇല്ല. ആ കമന്റ് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ വെളിയിലെ ആൾക്കാരാണ് അത് ചെയ്തേക്കുന്നത്. ഇപ്പൊ കമന്റ്സ് നോക്കാറുണ്ടോ? ഇല്ല, കമന്റ്സ് ഇപ്പൊ നോക്കാറില്ല. ഒരു പക്ഷെ മമ്മൂട്ടി ഡേറ്റ് തന്നിരുന്നെങ്കിൽ ഇതിപ്പോ ഭയങ്കര കുറച്ചുകൂടി ഹിറ്റ് ആവും, അങ്ങനത്തെ ഒരു തോട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, മമ്മൂക്ക ഹിറ്റ് അതിനേക്കാളും ഉപരി എന്ന് പറഞ്ഞാൽ നമുക്ക് കഥയുടെ പശ്ചാത്തലമായിരുന്നു. കാരണം നമ്മൾ ഏറ്റവും ഫൈനലായിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ആദ്യം പറഞ്ഞിട്ട് തന്നെ 30 വയസ്സ് തൊട്ട് 45 വയസ്സ് വരെ ഒരു കാലഘട്ടമാണ് നമ്മൾ ഇതിനകത്ത് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും യോജിച്ച ഒരാള് സിജു വിൽസൺ ആണ് എന്ന് നമുക്ക് തോന്നി. അപ്പോൾ അതിലോട്ടെത്തിയാണ്. സിജു വിൽസനോട് ഈ സ്റ്റോറി പറഞ്ഞപ്പോൾ എന്തായിരുന്നു റെസ്പോണ്ട്? പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ആ ഒരു കണ്ടന്റ് അത്രയ്ക്കും ബേസ് ആണ് അത്. കാരണം ഒരു മഹാത്മാ യങ്ങളി എന്ന് പറഞ്ഞൊരു ആക്ഷൻ ഹീറോയാണ്. കാരണം അറിയില്ല, ആർക്കും ആരാണെന്നൊന്നും അറിയില്ല. ഒരു ആക്ഷൻ എൻ്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഒരു ആക്ഷൻ ഹീറോ തന്നെയാണ് പുള്ളി. അപ്പം അത് ചെയ്യുക എന്ന് പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണത്. ഇപ്പൊ സിജു വിൽസൺ അല്ലാതെ വേറെ ഏതൊരു ആക്ടറിനായിരുന്നു മൈൻഡ് വന്നത്? ഇപ്പം മമ്മൂട്ടി പോയപ്പോ നമുക്കിത് ആരെ വെച്ച് ചെയ്യാം, ഒത്തിരി നമുക്ക് ഫേസസ് മൈൻഡ് വരും. ആദ്യമേ സിജു വിൽസൺ വരത്തില്ലല്ലോ. ഒത്തിരി നമുക്കൊരു ഫേസ് ഇത് ആർക്ക് ചേരും, ഒത്തിരി അങ്ങനെ ഏതെങ്കിലും നടന്മാരുടെ ഫേസ് വന്നിട്ടുണ്ടായിരുന്നോ മനസ്സിൽ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 19ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ പടം പുള്ളി ചെയ്തതാണ്, സിജു വിൽസൺ. അപ്പം ഫസ്റ്റ് തന്നെ പുള്ളിയുടെ പേരാണ് നമുക്ക് എല്ലാവർക്കും പ്രൊഡ്യൂസറിനോട് നമ്മൾ തന്നെ പറഞ്ഞത്. കാരണം പുള്ളി ഡെഡിക്കേഷനും കാര്യങ്ങളും എല്ലാം പുള്ളിയുടെ അടിപൊളിയാണ്. അപ്പം നമ്മളെ സ്റ്റോറി പറയാൻ തന്നെ ആദ്യം തന്നെ തീരുമാനിച്ചത്. രണ്ടാമത്തെ ഓപ്ഷൻ സിജു വിൽസനോട് തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചത്. ഇപ്പൊ ഈ ഡയറക്ടർ ഒക്കെ ആയാലും ഇപ്പൊ ആരെയും ചാൻസ് ചോദിച്ചൊക്കെ വരാറുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് തരും മൂവിയിൽ എന്നൊക്കെ ചോദിച്ചു വരാറുണ്ട്? ഇഷ്ടംപോലെ വരാറുണ്ട്. അപ്പം എങ്ങനെ കഴിവുള്ളവരെ നോക്കിയെടുക്കും, അങ്ങനത്തെ ഒരു തോട്ടാണ്?
അങ്ങനെ കഴിവാണ് പ്രാധാന്യം. നമ്മളിപ്പം ഒത്തിരി കാസ്റ്റിംഗ് കൗച്ച് അങ്ങനെ കാസ്റ്റിംഗ് കോളൊക്കെ വരുന്നുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ സിനിമ തന്നെയാണെങ്കിൽ ഞാൻ ചെയ്ത 2 സിനിമകളും നമ്മൾ കാസ്റ്റിംഗ് കോൾ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എല്ലാവരും എല്ലാ ഡയറക്ടേഴ്സും ആണെങ്കിലും സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ ഇന്ന ആൾക്കാർ ഇന്ന ക്യാരക്ടർ ഇന്ന ക്യാരക്ടർ. പിന്നെ ബേസിക്കലി ഇതൊരു പ്രൊമോഷനാണ്. ഈ കാസ്റ്റിംഗ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 പേര് വരുമ്പോൾ ഓഡീഷൻ വരുമ്പോഴത്തേക്ക് ആ 10 പേരിൽ ആ സിനിമ എത്തുകയാണ്. നമ്മളത് ചെയ്യുന്നില്ല. കാരണം കഴിവുള്ളവര് നമ്മൾ ഓൾമോസ്റ്റ് തന്നെ ഇവിടെ എഴുതി ഇന്ന ക്യാരക്ടർ ഇന്ന ആൾക്കാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സുഹൃത്ത് വലയുണ്ട് നമുക്ക്. ഇന്ന ഒരു ടീമുണ്ട്. ടീമിലുള്ള ആൾക്കാർക്ക് നമ്മൾ ചാൻസ് കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് അവസരം കൊടുക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്. അത് റാന്നിയിലുള്ളൊരു എൻ്റെ ഏറ്റവും അടുത്തൊരു സാവി എന്ന് പറഞ്ഞാൽ കേൾവി ശക്തി ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പം എനിക്കത് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഈ പടത്തിന് എന്തായാലും അവന് അവസരം കൊടുക്കുകയും. കാരണം ജോജു ജോർജ് ഇപ്പം മറ്റേ പണിക്കകത്ത് ആ നടിക്ക് കൊടുത്തേക്കുന്ന ഒരു ഇതുണ്ടല്ലോ. പക്ഷെ അവൻ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ ചാൻസ് ചോദിച്ചിട്ട് അവൻ അവഗണനയാണ് കിട്ടിയേക്കുന്നത് ഈ ഒരു. പക്ഷെ ഒരു ലേഡി ആയിരുന്നെങ്കിൽ ചിലപ്പം അവസരം കിട്ടിയാണ്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോഴത്തെ കാലത്ത്, പണ്ടത്തെ കാലത്തല്ല, ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളുടെ സൗന്ദര്യം കണ്ടിട്ടാണ് സിനിമയിലോട്ട് എടുക്കുന്നതെന്നാണ് എനിക്ക് കുറച്ച് പേര് പറയുന്നതാണ്. ഓഡിഷൻ പോയപ്പോൾ എന്തുവാ നല്ല ബോഡി ഷേപ്പ് ഉള്ളവരെയൊക്കെ നോക്കി കുറച്ച് ഡയറക്ടർമാരെ എടുക്കും. ഞാൻ എല്ലാ ഡയറക്ടറിനെ അല്ല പറഞ്ഞത്, ആരുടെയും പേരും പറയുന്നില്ല. നല്ല ബോഡി ഷേപ്പ്, നല്ല സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ കഴിവ് നോക്കുന്നില്ല. സൗന്ദര്യം ഉണ്ടോ അവരെ എടുക്കും. പക്ഷെ ആണുങ്ങൾക്ക് ഇപ്പൊ എത്ര അവർ എഫേർട്ട് ഇട്ട് ചെയ്താലും അവരെ മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ പെണ്ണുങ്ങൾ ഇച്ചിരി തൊലി വെളുപ്പുണ്ടെങ്കിലോ കാണാൻ ഭംഗിയുണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് അവരെ എടുക്കുന്നത്. അതിനെ പറ്റിയൊരു തോട്ട് എന്താണ്? ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രിയിൽ, ഇപ്പൊ ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടില്ല, ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ചേട്ടന് ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? അങ്ങനെയാണോ? ഇപ്പൊ കറുപ്പോ വെളുപ്പോ എന്നുള്ളതല്ല, നല്ല അതായത് കഴിവുണ്ടോ അവർക്ക് അവസരം എന്തായാലും ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും. തീർച്ചയായും. അപ്പം ഈ ക്യാമറമാൻ നിന്നാണല്ലോ ഈ ഒരു സംവിധായകൻ രംഗത്തിലോട്ട് എത്തിയത്. അത് എങ്ങനെയായിരുന്നു? ഇപ്പൊ ക്യാമറാമാനിൽ ഇങ്ങനെ എനിക്കിങ്ങനെ ആകണം എന്നുള്ള തോട്ടിലായിരുന്നു വന്നത്? അല്ല, അത് യാദൃശ്യമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. കാരണം ക്യാമറ തന്നെയാണ് എനിക്ക് അന്ന് ഇന്നും ഇഷ്ടവും. അതാണ് പാഷൻ ആയിട്ട് കൊണ്ടുനടന്നത്. അപ്പം ലോക്ക്ഡൗണിൻ്റെ ഒരു മാസം മുമ്പ്, ഇവിടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്ന ഒരു മാസം മുമ്പാണ് ഞങ്ങൾ ഈ കുരിശൻ സംവിധാന രംഗത്തേക്ക് വരാൻ ഒരു കാരണമായത്. അന്ന് ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടി ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. ഷോർട്ട് ഫിലിം അല്ല, ഒരു ഡോക്യുമെൻ്ററി പോലെയാണ് ചെയ്തത്. അതായത് മെമ്മറി ഓഫ് മർഡർ എന്നാണ് അതിൻ്റെ പേര്. അത് അത്യാവശ്യം എല്ലാ ചാനലുകളിലും, അതായത് കോവിഡിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അത് ചെയ്തത്. അത് യൂട്യൂബിലൊക്കെ ഭയങ്കര റീച്ചായിരുന്നു. പല ചാനലുകളിലും അത് റീച്ചാണ്. അവാർഡുകളൊക്കെ കിട്ടി. നാഷണൽ ലെവൽ വരെ ആ ഒരു സംഭവം പോയി. അന്ന് അത് ഡയറക്ഷൻ ഞാനാണ് ചെയ്തത്. ഡയറക്ഷനും ക്യാമറയും കഥയും ഞാനാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നെക്സ്റ്റ് ഒരു പ്ലാൻ ചെയ്തത്, ഒരു സിനിമ ചെയ്യാൻ, ചെറിയ ലോ ബഡ്ജറ്റിലൊരു സിനിമ ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേറൊരു ഡയറക്ടറായിരുന്നു നമ്മൾ തീരുമാനിച്ചത്. ക്യാമറ ഞാൻ, വേറെ ക്രൂ മെമ്പേഴ്സ് എല്ലാം വേറെ ആൾക്കാർ, നമ്മൾ ടീം വർക്കായിട്ടാണ്. പിന്നെ അത് ഡയറക്ടറിന് അത് പറ്റില്ല എന്ന്, കാരണം ലോ ബഡ്ജറ്റിൽ ആൾക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് സ്വന്തമായിട്ട് ഏറ്റെടുക്കുകയും വന്ന സിനിമയുടെ പേര് കുരിശൻ എന്നായിരുന്നു. തിയേറ്ററിൽ വന്നത്, ഞാൻ വീണ്ടും തിയേറ്ററിൽ വന്നത് എഡ്വിൻ്റെ നാമം എന്നാണ്. അങ്ങനെയാണ് ഡയറക്ഷനിലോട്ട് വന്നത്. ആദ്യത്തെ ഒരു മൂവി ചെയ്ത സമയത്ത് ഇത്ര ഡ്യൂറേഷൻ കട്ട് ചെയ്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്തായിരുന്നു ശരിക്കും സംഭവം? ഞങ്ങൾ ആദ്യം ഇത് ലോക്ക്ഡൗൺ സമയത്ത്, ഞാനിപ്പം പറഞ്ഞിട്ട് തന്നെ ലോക്ക്ഡൗൺ സമയത്തായിരുന്നു ഈ സിനിമയുടെ പ്ലാനിങ് എല്ലാം നടന്നത്, ഷൂട്ടിംഗ് എല്ലാം നടന്നത്. അപ്പോൾ ഞങ്ങളത് OTT റിലീസായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പം പിന്നീടത് ഡിലേ വന്നു. കാരണം ലോ ബഡ്ജറ്റിലായിരുന്ന സിനിമ ചെയ്തത് തന്നെ. അപ്പം കുറച്ച് ഡിലേ വരികയും ഇപ്പം തിയേറ്ററിലായിട്ട് അത് ഇറക്കണം. അപ്പോൾ തിയേറ്ററിൽ വരണമെങ്കിൽ ആദ്യമേ സെൻസറിങ് ഒരു ഫസ്റ്റ് ചോയ്സ് അതിൻ്റെ സെൻസറാണ്. സെൻസർ സമയത്ത് നമ്മൾ 1:45 സിനിമ അത് 1:20 അത് ഡ്യൂറേഷൻ കട്ട് ചെയ്തു. പിന്നെ കുരിശൻ എന്നായിരുന്ന സിനിമയുടെ പേര് എഡ്വിൻ്റെ നാമമാക്കി മാറ്റുകയും ചെയ്തു. ഇപ്പം ഒത്തിരി ആൾക്കാർ ഇപ്പോഴും പാഷനായിട്ട് നടക്കുന്നുണ്ട്, എനിക്ക് സിനിമ ചെയ്യണം. ഇപ്പോഴത്തെ പുതിയ തലമുറ ആൾക്കാർക്ക് പാഷൻ കാണും. അപ്പം ഇത് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? ഇപ്പോൾ അറിഞ്ഞുകൂടാത്ത കുറച്ച് ആൾക്കാർ കാണും, ഇതിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് എന്താ മനസ്സിലായത്? ഇറങ്ങിത്തിരിക്കുമ്പോൾ പലരും പെട്ടെന്ന് പണക്കാരനാകാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഫേമസ് ആകാം എന്നൊക്കെയുള്ള ചിന്താഗതിയിലാണ് വരുന്നത്. പക്ഷെ അത് പെട്ടെന്നൊന്നും നടക്കുന്ന പരിപാടിയല്ല. കാരണം അതിനുള്ളൊരു ഘട്ടമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. കാരണം പെട്ടെന്നൊന്നും, ഞാനും വിചാരിച്ച അങ്ങനെയാണ്. ആദ്യമേ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവസരം തരും, ആദ്യമേ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ കാര്യവും നടക്കുന്നു. പക്ഷേ പണ്ട് ലാലേട്ടനും ശ്രീനിവാസനും ഒക്കെ സാറൊക്കെ പറയുന്നത് തന്നെ, മറ്റേ പൈപ്പ് വെള്ളം കുടിച്ച് ചെന്നൈ ചെന്ന് പൈപ്പ് വെള്ളം കുടിച്ച് കഴിയുന്ന, അപ്പോൾ ഒത്തിരി ആൾ എടുത്തിട്ടാണ് അവർ സിനിമയിലെത്തി എന്നൊക്കെ പറയുന്നുണ്ട്.
അതിനെക്കാട്ടിലും കഠിനമാണ് നമ്മളിപ്പം വരുന്നത്. കാരണം ഇപ്പോൾ ടീം വർക്കാണ്. ഇപ്പോൾ ഒരു സിനിമ ഒരു ടീമായിട്ടാണ് അവർ പെട്ടെന്ന് ആ ടീമിലോട്ട് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞ് ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ടീം ബിൽഡ് ചെയ്യണം. ടീം ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ടൈം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാളോട് ഇപ്പോൾ സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ ആ സ്ക്രിപ്റ്റ് ഡേറ്റ് കിട്ടണമെങ്കിൽ തന്നെ ആ വർഷങ്ങൾ നീണ്ടു നിൽക്കും. അപ്പം പെട്ടെന്നൊന്നും നമുക്ക് എടുത്തു ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനുള്ള കാര്യങ്ങളും നമ്മളിപ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ പോലും പുറകിൽ എന്തെങ്കിലും ഒരു സൈഡായിട്ട് കണ്ടിട്ടേ നമ്മൾ മുന്നോട്ട് പോകാവുള്ളൂ. അതേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ ഈ കതിരവൻ മൂവിയില് സിജോ വിൽസൺ അല്ലാതെ വേറെ ആരൊക്കെ ഇതിലിപ്പം പ്രവർത്തിക്കുന്നുണ്ട്? അതിനകത്ത് വിവേക് ഒബ്ര, പിന്നെ അർജുൻ, തമിഴ് നടൻ അർജുൻ, ജഗദീഷ്, പിന്നെ സിദ്ദിഖ്, ഇന്ദ്രൻ ചേട്ടൻ, ലാന ചേച്ചി, അങ്ങനെ ഒത്തിരി ഇവരുടെയൊക്കെ റോള് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് എല്ലാം അവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാരും എല്ലാം ഓക്കെയാണ്. ഇതിന്റെ കഥയും കാര്യങ്ങളൊക്കെ എഴുതിയത് കഥ എഴുതിയിരിക്കുന്നത് പ്രദീപ് താമരക്കുളം എന്നാണ്. അതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗദാംബി കൃഷ്ണൻ എന്ന് പറയുന്നത് താര പ്രൊഡക്ഷന്റെ ബാനറിലാണ് അത് നമ്മൾ പടം ഷൂട്ട് ചെയ്ത് ചെയ്യുന്നത്. അപ്പൊ ഇതില് നായിക അങ്ങനെ ഒന്നും ഇല്ല, ഒരു ലേഡി ഒരു ഗെറ്റപ്പ് ഒന്നും ഇല്ല? നടന്മാരുടെ പേര് പറയുന്ന ഒരു ലേഡി ഗെറ്റപ്പിന്റെ ലേഡിക്ക് പ്രാധാന്യം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ അതങ്ങോട്ട് ബൂസ്റ്റ് ചെയ്തത് കാരണം ഈ മഹാത്മാ അയ്യങ്കാളിയുടെ ചരിത്രമാണ് നമ്മൾ പറയുന്നത്. ഉണ്ട്, ലേഡി ഉണ്ട് ഇതിനകത്ത്. ഏതെങ്കിലും മൂവിയിൽ ഇങ്ങനെ അഭിനയിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് ഈ റോള് ചെയ്തതെങ്കിൽ എന്ന് ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ പറയുമ്പം ഒരു ഇതായിട്ടാണ് ഞാൻ അസിസ്റ്റന്റ് ക്യാമറമാനായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും പാസിംഗ് ഒക്കെ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പം പണ്ട് അവസരം ചോദിച്ച് നടക്കുമ്പോഴത്തേക്കും ഈ അഭിനയിക്കാൻ അല്ലെ എങ്ങനെയും കയറണമല്ലോ സിനിമയിൽ, എങ്ങനെയും നമുക്ക് ആ സിനിമയിൽ അല്ലെങ്കിൽ അതിനകത്തോട്ട് കയറണമല്ലോ. അപ്പം ക്യാമറ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ടീമുണ്ട്. ഞാൻ പറഞ്ഞു ടീമുണ്ട്. ഡയറക്ഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കുമ്പോൾ അവിടെയും ടീമുണ്ട്. അപ്പോൾ അവസാനം നമ്മൾ വേറൊരു വഴി നടത്തുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ്, അതല്ലെങ്കിൽ അഭിനയിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാന്നുള്ള രീതിയിൽ. അത് പറയുമ്പോ എങ്ങനെയോ എനിക്ക് എന്താ ഈ റോള് തരുന്നത് അങ്ങനെ തിങ്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, കാരണം ഇതാ നമുക്ക് എങ്ങനെയും ആ സിനിമയിൽ കയറുക, ഇൻഡസ്ട്രിയിൽ കയറുക. റോൾ ചെയ്തിട്ടുണ്ടോ? ഒത്തിരി 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 ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പൊ ഫേമസ് ആയി എടുത്തു പറയേണ്ട ഒരു മൂവി ഏതുണ്ടായിരുന്നു? ലവകുശയ്ക്കകത്തൊക്കെ പാസിംഗ് റോള് ഉണ്ടായിരുന്നു. പിന്നെ അർജുൻ സാക്ഷിക്കകത്തുണ്ട്. അങ്ങനെ കുറെ തീർച്ചയായിട്ടും. ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മൂവി ഫസ്റ്റ് മൂവി എടുത്ത സമയത്ത് ഞാൻ ഇതുപോലെ ഒരു മൂവി ചെയ്യുന്നുണ്ട്. അപ്പൊ ആരും പറഞ്ഞിട്ടുണ്ടോ അത് നിനക്ക് പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അത് പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണല്ലോ പറ്റുമോന്നൊക്കെ. കാരണം നമ്മള് സിനിമ നീ എവിടെ പോവാന്ന് ചോദിക്കും, സിനിമ നടൻ അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ കളിയാക്കുന്നത് കൊണ്ട് പോകുന്ന സിനിമാ നടൻ, കൊണ്ട് പോകുന്ന പ്രൊഡ്യൂസർ, കട്ടപ്പള്ളി ഹൃതിക് റോഷനെ കളിയാക്കുന്ന പോലെ അതുകൊണ്ട് സിനിമാ നടൻ പോകുന്ന ഹൃതിക് റോഷൻ പോകുന്ന അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് എല്ലാവർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഈ അവഗണന കേട്ടിട്ട് ഇപ്പൊ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറക്കി, അത് കിടിലെ ഒരു പോസ്റ്റർ ആയിരുന്നു. ആ ഒരു സാധനം അത് ഇറങ്ങിയ സമയത്ത് ആരും വിളിച്ചു എടാ നീയാണോ അത് എടുത്തേ ഇങ്ങനെയൊക്കെ ചോദിക്കുവോ? സിനിമ എൻ്റെ ആദ്യത്തെ സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ തന്നെ പിന്നെ ആറ്റിറ്റ്യൂഡ് മാറിയില്ല. അപ്പോൾ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറി, പിന്നെ സ്വീകരണമായി മറ്റേതായി കിട്ടി. കൈയടിക്കുക. രണ്ടാമത്തെ സിനിമ ചെയ്തപ്പോൾ വീണ്ടും കുറെ ഇതായി. വീണ്ടും വലിയ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാൻ തുടങ്ങി, അത് വേറെ ലെവലിലായി. അപ്പൊ ആരെങ്കിലും ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു കളിയാക്കിയ ഫ്രണ്ട്സ് എടാ എനിക്കൊരു ചാൻസ് ഇഷ്ടംപോലെ വരുമല്ലേ? അപ്പൊ എന്തായിരിക്കും അവർക്ക് കൊടുക്കുന്ന മറുപടി? അന്ന് കളിയാക്കിയവര് ഇപ്പൊ ചാൻസ് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ കളിയാക്കിയ ഒരു ചാൻസ് ചോദിക്കുന്ന ഇപ്പം നമ്മൾ പറയും അവസരം കൊടുക്കാന്ന് പറയും. അതൊന്നും മനസ്സ് വെച്ചിട്ടില്ല. എന്തിനാ ചാൻസ് തരത്തില്ല ഞാൻ പറഞ്ഞേനെ. അന്ന് ഒരു സമയത്ത് കളിയാക്കിയവര് ഇപ്പൊ ചാൻസ് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ തരാമെന്ന് തന്നെ പറഞ്ഞു. അത് എങ്ങനത്തെ മെയിൻ റോൾ ഒക്കെ കൊടുക്കാന്ന് പറയും അവരിങ്ങനെ? മെയിൻ റോൾ അല്ല, അത് അവർക്ക് പറ്റുന്ന എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ കൊടുക്കും. അപ്പൊ ഇത് കേൾക്കുമ്പോൾ അവരൊന്നും കാണണമല്ലോ നമ്മൾ എന്താ ചെയ്യുന്നത്. ഇപ്പൊ ആദ്യത്തെ സിനിമയെ പറ്റി എന്തോ പറയാനുണ്ടായിരുന്നല്ലോ, എന്തോ സെൻസർ സംഭവം, അതെന്തായിരുന്നു ആക്ച്വലി? ഞാൻ ഇതിനു മുമ്പേ ചോദിച്ചിരുന്നല്ലോ, അപ്പൊ അതിനുള്ള മറുപടിയാണ്. അതായത് നമ്മുടെ 1.25 മണിക്കൂറുള്ള സിനിമയായിരുന്നു. നമ്മൾ OTT വേണ്ടി ചെയ്തായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ അത് തിയേറ്ററിലോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ സെൻസറിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അന്ന് സെൻസറിങ് ഞങ്ങൾ കൊടുത്തപ്പോഴത്തേക്കും 1.25 സിനിമ നമ്മൾ 1:20 ഒരു കട്ട് ചെയ്തു. അവർ അന്ന് പറഞ്ഞ മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസ്, സെക്ഷൽ വയലൻസ് അത് കൂടുതലാണെന്നുള്ള രീതിയിൽ കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളൊക്കെ ആണെങ്കിൽ മൊത്തം അത് തന്നെയാണ്. 10 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ കാണത്തുള്ളൂ ആ സിനിമ ഇറങ്ങുന്ന സിനിമയാണെങ്കിൽ. അന്ന് അവരത് കട്ട് ചെയ്യുകയും 1.25 സിനിമ 1:20 പിന്നെ അതിൻ്റെ പേര് തന്നെ കുരിശ് എന്നുള്ള പേര് മാറ്റി
ഏതെങ്കിലും ഒരു പേരിട്ടുണ്ട് നിങ്ങൾ വരാൻ പറഞ്ഞു. എന്താ കുരിശ് എന്ന പേര് മാറ്റാൻ പറഞ്ഞത്? അതൊന്നും എനിക്ക് ഇപ്പോഴും അത് മനസ്സിലായില്ല എന്താണെന്ന്. അങ്ങനെ പേര് വെക്കാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പേര് വെക്കാൻ പാടില്ലെന്നും പറഞ്ഞ് അവര് സെൻസർ ബോർഡിൽ നിന്ന് എഴുതി തന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഒത്തിരി പിന്നോട്ട് കാര്യങ്ങളുണ്ട്. ഇത് ചെയ്യുമ്പോ അവിടെ കൊടുത്ത് അവർ അപ്രൂവ് തരണം, എന്നാലേ ഇത് മുന്നോട്ട് ഇതാക്കാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ള പേരിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കുരിശ് എന്നുള്ള പേര് മാറ്റി എഡ്വിന്റെ നാമമാക്കി റിലീസ് ചെയ്തു. അതിൽ ഒത്തിരി വയലൻസ് ഉണ്ടായിരുന്നോ? വയലൻസിനേക്കാളും ഇപ്പോഴത്തെ സമൂഹം നേരിടുന്ന ഒരു സംഭവമായിരുന്നു നമ്മൾ അതിനകത്ത് കാണിച്ചിരിക്കുന്ന കണ്ടന്റ്. അത് റിയലായിട്ട് തന്നെ ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പം ഇറങ്ങുന്ന സിനിമയായിട്ട് താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കണ്ടന്റേ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ പറഞ്ഞല്ലോ ഇപ്പൊ ഇറങ്ങുന്ന സിനിമയിലൊക്കെ വയലൻസ് ഉണ്ട്, അന്ന് കട്ട് ചെയ്ത് വിട്ടുന്നു. അപ്പൊ ഇന്നിപ്പൊ ഇറങ്ങുന്ന ഈ റീസെന്റ് ആയിട്ടൊക്കെ ഒത്തിരി സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ആ സിനിമയിൽ കട്ട് ചെയ്യാത്തത് പൈസയുടെ ബന്ധത്തിന്റെ പേരിലായിരുന്നു തോന്നിയിട്ടുണ്ടോ? അത് അവർ സെൻസർ കട്ട് ചെയ്തിട്ടില്ല, നമ്മുടെതൊക്കെ അന്ന് കട്ട് ചെയ്ത് കളഞ്ഞല്ലോ എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അന്ന് ഈ ഇത് ഭയങ്കര വാർത്തയാക്കിയായിരുന്നു, പല ചാനലുകളിലും ഭയങ്കര വാർത്തയാക്കിയായിരുന്നു. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് ചെറിയൊരു ബഡ്ജറ്റിൽ ഇറക്കുമായിരുന്നു. കാരണം നമ്മൾ ആദ്യത്തെ സെൻസറിന് നമ്മളൊരു ഫീസ് കെട്ടി വെക്കണമായിരുന്നു. പിന്നെ ഇത് ലാബിൽ കൊണ്ടുവന്ന് വീണ്ടും എഡിറ്റ് ചെയ്യണം, അങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ബഡ്ജറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ടാമത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഫണ്ട് പ്രൊഡ്യൂസർക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം. അപ്പോൾ നമ്മൾ അന്ന് അവരോട് ആ കാര്യം റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത് അവർ പറ്റിയില്ല, റിജക്റ്റ് ചെയ്യുകയും ഇത് തന്നെ അവർ അന്ന് എഴുതി തന്നത്, അതായത് ഈ പേര് നെയിം മാറ്റണമെന്നും അതിൻ്റെ അവർ അന്ന് പറഞ്ഞ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുരിശ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വന്നിട്ടുണ്ട്. കുരിശ് വരുന്ന സീനെല്ലാം മാറ്റണമെന്നുള്ള രീതിയിലായിരുന്നു. കുരിശ് വരുന്ന ഒത്തിരി സിനിമകൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ചോദിച്ചിട്ടില്ലായിരുന്നു വേറെ സിനിമയിലൊക്കെ കുരിശ് ഉണ്ടായിരുന്നല്ലോ? നമുക്ക് അവിടെ ചോദിക്കാൻ ഓപ്ഷൻ ഇല്ല. പടം അവർ നമ്മളെ വെളിയിൽ നിർത്തിയിട്ടാണ് പടം സെൻസർ ചെയ്യിക്കുന്നത്. പിന്നെ നമ്മൾ അവർ സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മളെ അകത്തോട്ട് വിളിക്കുന്നത്. അവരപ്പോഴത്തേക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ തിങ്കിട്ടില്ല ഇപ്പൊ എന്തുകൊണ്ട് പുതിയ മൂവിയൊക്കെ ഇറങ്ങി അവരെ കണ്ടിട്ട് അത് സെൻസർ ചെയ്തില്ല എന്ന് തോന്നിയിട്ടില്ലേ ഇപ്പോഴത്തെ കാണുമ്പോഴത്തേക്ക്? എനിക്ക് നമുക്കൊന്നും മറുപടി പറയാനില്ല. ചോദിച്ചിട്ടില്ല, അതിനുശേഷം അതിനെപ്പറ്റി തിരക്കാനും പോയില്ല. അന്ന് ഞാൻ പറയില്ല, കുറെ വാർത്തകളിൽ പല വാർത്താ ചാനലുകളിലും അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. പക്ഷെ എന്നിട്ട് അവരത് മൂവരിക്ക് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ എന്ത് പ്രതികരിക്കാനാണ്? പൈസയുടെയും ബന്ധത്തിനാണെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്കറിയില്ല എന്താണെന്ന്, എനിക്കറിയില്ല. ഇപ്പോഴും എനിക്കത് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുവാണ്. അന്ന് കുറെ നമുക്ക് നേരിട്ട കുറെ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ അത് പറഞ്ഞു ഇതുപോലത്തെ ഒരു മൂവി ഇറക്കും, വയലൻസ് മൂവിയൊക്കെ വയലൻസ് മൂവിയെക്കാളും ഉപരി നമുക്ക് സമൂഹത്തിന് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള പടങ്ങൾ ഇറക്കും. അത് തീർച്ചയായിട്ടും ഇറക്കും. അപ്പൊ അതിനു വേണ്ടി ഇപ്പം പുതിയ പുതിയ സ്റ്റോറി ഒക്കെ മേക്ക് ചെയ്യാനുള്ള ഇതിൽ നിൽക്കുകയാണ് തീർച്ചയായിട്ടും. അപ്പോ ഇനിയും നല്ല നല്ല ഒത്തിരി മൂവീസ് ഒക്കെ ഇറങ്ങട്ടെ. ഇപ്പം മമ്മൂട്ടി ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇനിയും മമ്മൂട്ടി ചിലപ്പോൾ ഡേറ്റ് തരും. തീർച്ചയായിട്ടും അത് എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും നല്ല സ്റ്റോറീസിൽ ഇനിയും മമ്മൂട്ടിയും മോഹൻലാലും ഒത്തിരി നടന്മാരും വരട്ടെ. അപ്പൊ ഇനിയും സമൂഹത്തിന് നല്ല മെസ്സേജസ് ഉള്ള മൂവീസ് ഒക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.